ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് ശരി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു അൺബോക്സിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ. അത് നിങ്ങൾ കാണാത്തവർ എൻ്റെ ചാനലിൽ കയറിയിട്ട് നോക്കിയാൽ മതി. ഇതാണ് എൻ്റെ സാധനം, കണ്ടോ? അത് ഞാൻ ചുമ്മാ വെച്ചേക്കുന്നുണ്ട് ഗൈസ്, അതൊന്നും നോക്കണ്ടാവേ. ഇതിലെല്ലാ വക സാധനങ്ങളും ഉണ്ട്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും വെച്ചിട്ടൊരു ഡ്രോയിങ് ആണ് കേട്ടോ. അതിവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പേപ്പറും പെൻസിലിൻ്റെ ആവശ്യമില്ല ശരിക്കും. ഞാൻ ചുമ്മാ പെൻസിൽ എടുത്തു, എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്നോർത്തിട്ട് പെൻസിലും എടുത്തു. ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ ഗൈസ് പെൻസിൽ. പക്ഷെ ഇത് ഇന്നലെയാണ് വന്നത്. അതിൻ്റെ മിനിഞ്ഞാന്നെടുത്ത പെൻസിലാണിത്. ഏതോ അബദ്ധവശാലെടുത്തതാണ് ഗൈസ് ഇത്. എൻ്റെ കഷ്ടകാല സമയത്ത് ഞാൻ ഇതെടുത്തത്. അതൊക്കെ പോട്ടെ, നമുക്ക് പിന്നെ വീഡിയോയിലോട്ട് പോവാം. ലെറ്റ്സ് ഗോ. അപ്പം ഗൈസ് ഞാൻ ഫസ്റ്റ് തന്നെ ബ്ലാക്ക് സ്കെച്ചാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അവനവിടെ ബലൂൺ അങ്ങോട്ടും ഇങ്ങോട്ടും നടുക്ക് നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെൻ്റെ ഡിസൈനാണ് ബലൂണിൽ കാണുന്നത്. അത് നിങ്ങൾ കാര്യമാക്കണ്ട കേട്ടോ. അതുപോലെ ചെയ്യാനാണ് അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു ബൊമ്മയെ പോലെ. അപ്പം നമുക്ക് ഞാൻ നോക്കണം, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. അപ്പം ഞാൻ ഇവിടെ ഒരു ബ്ലാക്ക് സ്കെച്ച് എടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇതിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. വാട്ടർ കളർ സ്കെച്ചാണിത്, സ്കെച്ച് പെന്നാണിത്. അപ്പം നമുക്ക് പഠിക്കാം. ഫസ്റ്റ് തന്നെ ഇതുണ്ടോ, ചെറിയതായിട്ട് റൗണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ഇത് ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് ഇങ്ങനെ വരയ്ക്കുന്ന ഒന്നും ശരിയാകുന്നില്ല ഗൈസ്. ഇവിടുന്ന് ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ ഒരു വട്ടം എവിടെയും നോക്കാണ്ട് തന്നെ വരച്ചു കൊടുത്തൊരു സംഭവം വരച്ച് നോക്കിയതാണ് ഇന്നലെ രാത്രി വീട്ടിലിരുന്നപ്പം. അപ്പം ഇത് ഇന്നലെ വന്നതായതുകൊണ്ട് അമ്മ പറഞ്ഞു അച്ഛനെ കാണിച്ചിട്ട് നീ അത് യൂസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. കാരണം എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കാനായിരുന്നു. പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ഇന്നലെ കൈ കിട്ടിയപ്പോൾ എനിക്ക് ആഗ്രഹിച്ചാണ് ഒന്ന് വരയ്ക്കുക എന്നുള്ളത്. അപ്പം ഞാൻ അച്ഛനെ കാണിച്ച് അപ്പം തന്നെ ഞാൻ വര തുടങ്ങി. ഞാൻ ഇവിടെ രണ്ട് വര, അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, കഴുത്താണ്. പിന്നെ ഞാൻ ഇവിടെ ഒരു കുത്തിരുന്നുണ്ട്. അതെന്തിനാണെന്ന് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് പാവാട വരയ്ക്കാനുണ്ട്. അപ്പം ശരീരം എങ്ങനെ വരുന്നതെന്ന് നമുക്ക് അത്ര പിടിയില്ലല്ലോ. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുത്തൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പം ഇവിടുന്ന് അതിനാണ് ഞാൻ പെൻസിൽ മെയിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കതിന് മാറ്റി കഴിയാലോ വേണമെങ്കിൽ. അപ്പം ഞാൻ ഇങ്ങനെ ഒരു 2 വര വരച്ചു കൊടുത്തു. എന്തിനാന്ന് നല്ല പടം വരക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ ഇങ്ങനെ കൈ വരച്ചു കൊടുത്തു. അത് കഴിഞ്ഞത് ഇവിടെ ഇങ്ങനെ. ഇത്രേ ഉള്ളൂ കാര്യം. അത് കഴിഞ്ഞ് നമ്മുടെ സ്കെച്ച് എടുക്കുക. സ്കെച്ച് വെച്ച് ഇവിടുന്ന് വലിയൊരു നല്ല സൂപ്പർ ഡൂപ്പർ പാവാട വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പം ഇതുപോലത്തെ പാവാടയാണ് കേട്ടോ ഗൈസ് ട്രെൻഡിങ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പാവാടയിൽ തന്നെ കയറി പിടിക്കാം. ഇത് കഴിയുമ്പം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ശരി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ പാവാട വരച്ചു. ഇനി നമുക്ക് ഇവിടെ ഈ കുത്തിട്ടത് ഒരു ചിറക് വരയ്ക്കാനായിട്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ചിറക് വരച്ചു കൊടുക്കാം.
ഇതാണ്. ചെറുതായിട്ട് തിരിച്ചു പിടിക്കാം. അങ്ങനെ 2 ചിരക്ക് ഞാൻ വരച്ച് കൊടുത്തു. ഇനി നമുക്ക് റബ്ബറും വെച്ച് ഇത് മാച്ച് കളിയാം. അപ്പം ഞാൻ എന്താ ഇവിടെ റബ്ബർ എടുത്തിട്ടുണ്ട്. അത് ആ ഒരു പാക്കറ്റിൽ തന്നെ ഇവിടെ ഇരുന്ന് വെച്ച റബ്ബറുണ്ട്. ഇത് ഇപ്പോൾ പൊട്ടിച്ചുള്ളൂ. നമുക്ക് ഇനി ഇവിടുത്തെ പയ്യെ മാച്ച് ഇങ്ങനെ കൊടുക്കാം. ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഇതുപോലെ സ്കെച്ച് വെച്ച് വരയ്ക്കായിരിക്കും നല്ലത്. പിന്നെ നല്ലവണ്ണം വരയ്ക്കാൻ അറിയില്ല എന്ന് ഉള്ളവർക്ക് പെൻസിലും വെച്ച് വരയ്ക്കാം കേട്ടോ. നമ്മളിതേ അതും അവിടെ അങ്ങനെ മാച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഇവിടെ അടിയിൽ നമ്മൾ വര വരച്ചില്ലായിരുന്നല്ലോ, അതിൻ്റെ ഞാൻ വര വരച്ച് കൊടുത്തു. നമുക്കിവിടെ ചെറിയ ഷെയ്ഡ് പോലെ, ഷെയ്ഡൊന്നുമല്ല കേട്ടോ, ഇത് സ്കെച്ച് ആയതുകൊണ്ട് സ്കെച്ചും വെച്ച് വരയ്ക്കാൻ അത്രയ്ക്ക് വശമൊന്നുമില്ല. ഞാൻ ഫുള്ള് പെൻസിലാണ് ഗൈസ്. കളറും വെച്ച് ചെയ്യാൻ അത്രയ്ക്ക് ഇതല്ല. എനിക്ക് കളറ് വെച്ച് ചെയ്യണേക്കാൾ ബെറ്റർ പെൻസിലും വെച്ച് മറ്റേ പെൻസിൽ ഡ്രോയിങ്സില്ലേ, അതാണ് ഞാൻ വരയ്ക്കുന്നത് പിന്നെയും നല്ലത്. അച്ഛനും ടീച്ചേഴ്സിനും അമ്മയ്ക്കും അച്ഛനൊക്കെ എല്ലാവർക്കും ഞാൻ അങ്ങനെ വരയ്ക്കാനാണ് ഇഷ്ടം. കാരണം എൻ്റെ കളർ ഡ്രോയിങ് അത്രയ്ക്ക് ഭംഗി ഉണ്ടാവാറില്ല. ഇപ്പം തന്നെ നിങ്ങൾ കണ്ടില്ലേ, പുറത്തൊക്കെ പോയിട്ടുണ്ട്. നമ്മുടെ കുട്ടിയുടെ തല ഒരു പരിവായിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പം നമുക്കിനി ക്യാപ്പ് അടച്ച് നമുക്ക് നെക്സ്റ്റ് കളർ എടുക്കാം. ഞാനിപ്പോൾ പിങ്ക് ഇവിടെ എടുക്കണത് എന്തിനാണ് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. ക്യാപ്പ് തുറക്കാൻ പറ്റില്ല ഗൈസ്. ഇതാ ഞാനിവിടെ റോസ് കളർ എടുത്തിട്ടുണ്ട്. ഇന്നലെ ഞാനിത് നിങ്ങൾക്ക് അന്ന് ഞാൻ ബ്രഷ് പെൻ കാണിച്ചാലേ വരച്ച് കാണിക്കാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അത് അച്ഛനെ കാണിച്ചിട്ട് യൂസ് ചെയ്താൽ നമ്മൾ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാൻ ചെയ്യാണ്ടിരുന്നത്. അതിൽ വെരി വെരി സോറി. അതിന് പകരം ഞാൻ ഇത് ഇവിടെ കാണിച്ചു കേട്ടോ. അതെ, അത് മാലയുടെ ഒരു ഇതായിട്ട് ഞാൻ വരച്ചേക്കുന്നതാണ്. അതിന് വേണ്ടി മാത്രമായിട്ടാണ് ഞാൻ പിങ്ക് എടുത്തത്. ലാസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു, പക്ഷേ എനിക്കൊരു സമാധാനത്തിന് ഞാൻ ഇതിപ്പം തന്നെ ചെയ്തു. ഏതായാലും നമ്മൾ ചെയ്യണം. അതപ്പോൾ ഇപ്പം തന്നെ അത് ചെയ്തേക്കാന്ന് കരുതി ചെയ്താൽ നമ്മൾ എല്ലാ കാര്യത്തിലും ടോപ്പായി മാറും. അപ്പം ഞാൻ അതും അവിടെ വെച്ചു. നമുക്ക് ഈ കളർ പെൻസിൽസ് എടുക്കാം. അത് കഴിഞ്ഞ് ഇവിടെ ഇല്ലേ, ഇവിടെ നിന്ന് നമ്മളിതേ നല്ല കട്ടിക്കണേ, നല്ല കട്ടിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ മുട്ടിക്കണം. ഓക്കെ, മുട്ടിയതിന് ശേഷം അടുത്തേന്നും അങ്ങനെ തന്നെ നമ്മൾ ചെയ്യണം. അപ്പം ഞാൻ ഇനി അധികം സംസാരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഡ്രോയിങ്ങിൽ ശ്രദ്ധിക്കാം. അവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ലൈറ്റായിട്ടാണ് കൊടുക്കുന്നത്. ഗൈസ്, അത് വേറൊന്നല്ല, എൻ്റെ അനിയന് കളർ കൊടുക്കുമെന്ന് ചോദിച്ചുകൊണ്ട് വന്നേക്കുന്നതാണ്. അവൻ 24 കളേഴ്സിൻ്റെ പാക്കറ്റ് ഇതുപോലത്തെ അല്ല, അല്ലാണ്ട് ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത് അമ്മ അവന് വാങ്ങിക്കൊടുത്തായിരുന്നു. അപ്പം അന്നേരം അവനോട് തരുമെന്ന് വെച്ചിട്ട് അവൻ തന്നില്ല ഗൈസ്.
അത് വേറൊന്നുമല്ല ഗൈസ്, അപ്പുറത്തെ വീട്ടിലെ എൻ്റെ അതേ പ്രായത്തിലുള്ളൊരു കുട്ടീൻ്റെ അവളെ ഇങ്ങോട്ട് കളിക്കാൻ വിടുമോയെന്ന് എൻ്റെ ഞാൻ ചോദിച്ചതാണ് കേട്ടോ. ഗൈസ് സൈഡിലായിട്ട് നല്ല കട്ടിക്ക് കൊടുക്കണം കേട്ടോ. ഇനി ഇതുപോലെ അടിച്ചു. ഇത് പാവാടയ്ക്കാണ് ഞാൻ അടിച്ചെടുത്തത്. ഇനി നമുക്ക് ചിറകിന് അടിച്ചു കൊടുക്കേണ്ടതുണ്ട്. ചിറകിന് ഇതുപോലെ സൈഡിൽ കൂടി ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. അതന്നെ ധാരാളം. ചില കുട്ടികൾക്ക് എന്താ പറയണ, ഒരു വട്ടം വരച്ച കുട്ടികൾക്കായിരിക്കില്ല, ചിലപ്പോൾ മുതിർന്നവർക്കൊക്കെ ആയിരിക്കും. ഒരു വട്ടം വരച്ച ഒരു പടം ഒരു വട്ടം വരച്ചിട്ട് ആ പടം പിന്നെ ഒരു വട്ടം കൂടി വരയ്ക്കാൻ പറഞ്ഞാൽ അതിൽ കൂടുതൽ മിസ്റ്റേക്സ് വരുന്ന കുറച്ച് കുട്ടികൾ, അങ്ങനെയുള്ള കുട്ടികളുണ്ടാവുമല്ലോ. ഞാൻ ഏകദേശം അങ്ങനെയുള്ളൊരു കുട്ടിയാണ്. എനിക്ക് വരച്ച സാധനം തന്നെ വരച്ചാൽ ചിലപ്പോൾ അതിൽ കുറേ അധികം തെറ്റുകൾ വരും. അപ്പം അതുപോലെയുള്ളവരെ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് പറഞ്ഞേ. ആരൊക്കെയാണ്? ആരും മടിയൊന്നും വിചാരിക്കണ്ടാവേ. അതുകൊണ്ട് നിങ്ങൾ എത്രയെല്ലാം പഠിക്കണമെന്നും കൂടി മെസ്സേജ് അയക്കണേ. ഓക്കെ, അപ്പം എന്താ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.